കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, അൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇന്നത്തെ ഏറ്റവും കാതലായ സന്ദേശം ക്രിസ്തുവിൽ നാം ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ കൊളോസോസാർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആരംഭ ഭാഗം നമ്മൾ കേട്ടത് എങ്ങനെയാണ്? നാം ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ഉറച്ചു നിൽക്കുവിൻ. യേശുക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാനുള്ള വഴികളാണ് പിന്നീട് അങ്ങോട്ട് ആദ്യ വായനയിലും സുവിശേഷം നമ്മൾ കണ്ടുമുട്ടുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ, ക്രിസ്തുവിൽ ജീവിക്കാൻ നാം പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പ് സാധ്യമാകണമെങ്കിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ നാം തയ്യാറാകണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ബന്ധത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തിന് ഒരിക്കലും ക്രിസ്തുവിൽ, അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്, ഞാൻ ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നത്, അവനിലാണ് വിശ്വസിക്കുന്നത്, അവനോടുള്ള ബന്ധത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും പ്രാർത്ഥനയില്ലാതിരിക്കുന്ന ജീവിതങ്ങൾ, ചിലപ്പോൾ ഒത്തിരി അധ്വാനിക്കുന്നവരായിരിക്കും, ഒത്തിരി ഓടി നടക്കുന്നവരായിരിക്കും. എങ്കിലും പ്രാർത്ഥനാ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാപജീവിതം ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. എവിടെയാണോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അവസാനിക്കുന്നത്, അവിടെ പാപജീവിതം ആരംഭിക്കും. ഇവിടെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഈശോ തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്നത് നിരന്തരമായ പ്രാർത്ഥനയിലാണ്. അതൊന്ന് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു രാത്രികാലം മുഴുവൻ തൻ്റെ അപ്പനോടൊപ്പം ചെലവഴിച്ചു പ്രാർത്ഥനയിൽ. അതുതന്നെ പൗലോസ്ലീഹ പറയും, നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കുവിൻ, അവനിൽ നിലനിൽക്കുവിൻ, പ്രാർത്ഥനയിൽ അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുവിൻ. അപ്പോൾ പ്രാർത്ഥനയില്ലാതെ ക്രിസ്തുവിൽ നമുക്ക് വളരാൻ പറ്റില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. എന്നിട്ട് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ പൗലോസ്ലീഹ പറയാണ്, അവനിലാണ് നമ്മുടെ ശക്തി കേന്ദ്രം. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് നമ്മുടേതായ മാനുഷിക ബലഹീനതകളുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. ആദാമിക പാപം മൂലം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള പാപത്തോടുള്ള ചായ്വുകൾ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരുന്നതും നമ്മുടെ ബലഹീനതകളിൽ വീണുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കുന്നതൊക്കെ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് പൗലോസ് പറയാം, നമ്മുടെ ശക്തി കേന്ദ്രം ക്രിസ്തുവാണ്. അത് ഏത് വിഷയം. അതുകൊണ്ടാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്, നമ്മൾ വ്യതിചലിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. എന്തിൽ നിന്നും? ക്രിസ്തുവാകുന്ന യഥാർത്ഥ ശക്തി കേന്ദ്രത്തിൽ നിന്നും
പവർ ഹൗസിൽ നിന്നും നമ്മൾ വ്യതിചലിപ്പിക്കപ്പെടരുത്. മൂലഭൂതങ്ങൾക്കും അതോടൊപ്പം തന്നെ തത്വശാസ്ത്രങ്ങൾക്കും അബദ്ധ പ്രബോധനങ്ങളിലേക്കൊക്കെ നമ്മളെ തള്ളിയിട്ട് യഥാർത്ഥ ആത്മീയ ജീവിതത്തിൻ്റെ കരുത്തായ വിശ്വാസ ജീവിതത്തിൻ്റെ ഫലമായ ക്രിസ്തുവിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാൻ പലതും ശ്രമിക്കും. അതിലേക്ക് വീണു പോകരുത് എന്നുള്ള വാണിംഗ് ആണ് പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശക്തി ക്രിസ്തുവിലാണ്. അത് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫലമില്ലാത്തവരായി. മാനുഷികമായി എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും മാനുഷികമായി എന്തെല്ലാം ബലഹീനതകളും പോരായ്മകളും നമുക്കുണ്ടെങ്കിലും ക്രിസ്തുവിൽ നമ്മൾ ശക്തരാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ക്രിസ്തീയ യാഥാർത്ഥ്യം, ബോധ്യം. അപ്പോൾ നമ്മൾ വീണു പോകാനുള്ള സാധ്യതകളിലും അവൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ ബലഹീനതകളിൽ അവൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. പ്രലോഭനങ്ങളിൽ അവൻ്റെ സാന്നിധ്യമാണ് അതിൽ വീഴാതെ നമ്മളെ കാത്തുകൊള്ളുന്നത്. നമ്മുടെ സഹനങ്ങളിൽ തകർന്നു പോകാതിരിക്കാൻ ഈ ശക്തിയാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ശക്തരാണെന്നുള്ള ബോധ്യവും ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലുള്ള ശക്തി കേന്ദ്രമെന്നറിയണം. അതുകൊണ്ടാണ് സുവിശേഷം നമ്മൾ കാണുന്നത് ഒത്തിരി പേര് രോഗികൾ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു, അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തിയെന്ന് വചനം പറയുന്നു. എല്ലാവരെയും സുഖപ്പെടുത്തി. അങ്ങനെ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഇനി തുടർന്ന് ഞങ്ങൾ വായിച്ചു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ക്രിസ്തുവിൽ പാപത്തിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും അശുദ്ധാത്മാക്കളുടെ മേലും തിന്മയുടെ മേലും നമുക്ക് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കിയെന്ന് പറഞ്ഞു. തകർത്ത് കളഞ്ഞു. പരസ്യമായി കുരിശിൽ നിഷ്കാസനം ചെയ്തുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പൈശാചികതയുടെയും സ്വാധീനക്കെട്ടുകളെ കർത്താവ് തകർത്തതാണ്. അതുകൊണ്ടാണ് ഈശോ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നതിനാ ഈ അധികാരം നൽകി അവരെ അയക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ ഈ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് തന്നെ പാപത്തിൻ്റെ മേലും പാപമോചനത്തിൻ്റെ അധികാരം നൽകി, രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം നൽകി, അശുദ്ധാത്മാക്കളുടെ മേലെ അധികാരം നൽകി. യേശു കാൽവരി കുരിശിൽ പൂർത്തിയാക്കിയ സകല വിജയവും അധികാരവും തൻ്റെ അപ്പസ്തോലന്മാരെ പ്രാർത്ഥനയിൽ തെരഞ്ഞെടുത്ത് അവരെ അവൻ ഏൽപ്പിച്ചത് അതിന്നും തുടരാൻ, എക്കാലവും തുടരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് സഭയെ ക്രിസ്തു സ്ഥാപിച്ചെന്തിനാ? യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് അവൻ്റെ മൗതിക ശരീരമായ സഭയിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൽ ഇതിലെല്ലാം വിജയം ഉറപ്പിച്ചിരിക്കുന്നു, ഉറപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു അടിസ്ഥാന സത്യം നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോഴാണ് പാപം വരുമ്പോൾ, രോഗം വരുമ്പോൾ, മരണസംസ്കാരത്തിൻ്റെ അവസ്ഥകളുണ്ടാകുമ്പോൾ, തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ഈ മേഖലകളിലെല്ലാം ക്രിസ്തുവിൽ നമുക്ക് വിജയം ഉറപ്പിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യമാണ് നമ്മൾ മുന്നോട്ട് കൈപിടിച്ച് നടത്തുക. ഈ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.